ഗ്രഹാം സ്റ്റെയിൻസ് കൊലപാതകത്തിലെ കുറ്റവാളികളിൽ ഒരാളായ ചഞ്ചു ബാപ്റ്റിസ്റ്റ് സഭയിൽ ക്രിസ്ത്യാനിയായി സ്നാനമേറ്റ് ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. ചില രാത്രികൾ അവ നമ്മുടെ ഓർമ്മകളിൽ നിന്നും മായാതെ നിൽക്കും. 1/4 നൂറ്റാണ്ട് മുമ്പ് ഇരുട്ട് കനത്ത ഒരു രാത്രി. ആ രാത്രിയിൽ സംഭവിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമായി അടയാളപ്പെടുത്തപ്പെട്ടു. ഹൃദയം നുറുങ്ങുന്ന ഒരു ക്രൂരത, വെറുപ്പിൻ്റെ തീജ്വാലകൾ ഒരു കുടുംബത്തെ മുഴുവൻ ദഹിപ്പിച്ച് കളഞ്ഞ നിമിഷം. ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയും അദ്ദേഹത്തിൻ്റെ 2 പിഞ്ചു മക്കളുടെയും ദാരുണ കൊലപാതകത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് കാലം മായ്ക്കാത്ത ആ മുറിവിൽ നിന്ന് ഒരാത്മാവിന് മോചനം ലഭിച്ചിരിക്കുന്നു. അപ്രതീക്ഷിതമായ ഒരു കഥയുമായാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ആ ക്രൂരതയ്ക്ക് കൂട്ടുനിന്നവരിൽ ഒരാൾ, അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതകരമായ പരിവർത്തനം. അതിലേക്ക് വരുന്നതിന് മുമ്പ്, ആരായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ്? കേവലം ഒരു മിഷണറി മാത്രമായിരുന്നില്ല അദ്ദേഹം. സമൂഹം തള്ളിക്കളഞ്ഞ കുഷ്ഠരോഗികളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെയും ചേർത്ത് പിടിച്ച് അവരുടെ വേദനയിൽ താങ്ങും തണലുമായി മാറിയ ഒരു മനുഷ്യസ്നേഹി. 1965 മുതൽ ഒഡീഷയിലെ മയൂർഭഞ്ച് കുഷ്ഠരോഗാശുപത്രിയിൽ സ്വന്തം ജീവിതം മറന്ന് അദ്ദേഹം ആതുരസേവനം നടത്തി. രോഗാതുരമായ ശരീരങ്ങളെ മാത്രമല്ല, തകർന്ന മനസ്സുകളെയും അദ്ദേഹം സ്നേഹത്താൽ പൊതിഞ്ഞു പിടിച്ചു, ചേർത്ത് പിടിച്ചു. എന്നാൽ ആ സ്നേഹജ്വാല ചില ഹൃദയങ്ങളിൽ വെറുപ്പിൻ്റെ അഗ്നി ആളിക്കത്തിച്ചു. 1999 ജനുവരി 22 അർദ്ധരാത്രി മനോഹർപൂർ ഗ്രാമത്തിൽ ഗ്രഹാം സ്റ്റെയിൻസും തൻ്റെ പിഞ്ചോമനകളായ 10 വയസ്സുകാരൻ ഫിലിപ്പും 6 വയസ്സുകാരൻ തിമോത്തിയും തങ്ങളുടെ വാഹനത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പിന്നെ സംഭവിച്ചത് ഭയാനകമായിരുന്നു. ഏകദേശം 50 മുതൽ 60 വരെയുള്ള ഒരു സംഘം വടികളും അമ്പുകളും പെട്രോൾ ക്യാനുകളുമായി അവരുടെ വാഹനത്തെ വളഞ്ഞു. അവർ ഉച്ചത്തിൽ ജയ് ബജ്രംഗ് ബലി എന്ന മുദ്രാവാക്യം വിളിക്കുകയും വാഹനത്തിന് തീയിടുകയും ചെയ്തു. നിസ്സഹായരായി വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും ജീവനോടെ ആ ക്രൂരന്മാർ ചുട്ടരിച്ചു. ആ രാത്രിയിലെ നിലവിളികൾ ഇന്നും ആ മണ്ണിൽ അലയടിക്കുന്നുണ്ടാകണം. ഈ ജനക്കൂട്ടത്തിൻ്റെ നേതാവ് ബജ്രംഗ് ദൾ എന്ന ഹിന്ദു തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ള പ്രാദേശിക പ്രവർത്തകനായ ദാരാസിംഗ് എന്ന വ്യക്തിയായിരുന്നു. മിഷണറിമാരുടെ പ്രവർത്തനങ്ങളോടുള്ള എതിർപ്പും നിർബന്ധിത മതപരിവർത്തനങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങളുമൊക്കെയായിരുന്നു ഈ ക്രൂരതയ്ക്ക് അയാളെ പ്രേരിപ്പിച്ചത്. അന്വേഷണങ്ങളൊക്കെ ഒത്തിരി നടന്നു. വാദ്വ കമ്മീഷൻ പോലെ പ്രസിദ്ധമായ കമ്മീഷൻ നിരവധി അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും നിർബന്ധിത മതപരിവർത്തനം ഗ്രഹാം സ്റ്റെയിൻസ് നടത്തിയെന്നുള്ളതിന് യാതൊരു തെളിവും കണ്ടെത്തിയില്ല. ഈ സംഭവം രാജ്യത്തെയും ലോകത്തെയും ഞെട്ടിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ തല കുനിയിച്ച ഒരു സംഭവമായിരുന്നു ഇത്. ഇന്ത്യയുടെ അന്നത്തെ രാഷ്ട്രപതി മലയാളിയായ KR നാരായണൻ ഈ സംഭവത്തെ ഇങ്ങനെയാണ് വിശേഷിപ്പിച്ചത്: കാലം തെളിയിച്ച സഹിഷ്ണുതയുടെ വ്യതിചലനത്തിൻ്റെ സ്മാരകമാണ് ഈ സംഭവം. പോലീസ് അന്വേഷണങ്ങൾ നടന്നു. ദാരാസിംഗ് പിടിക്കപ്പെട്ടു. കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചു. ആദ്യം വധശിക്ഷയ്ക്കാണ് വിധിച്ചതെങ്കിലും പിന്നീട് അത് ജീവപര്യന്തമായി കുറച്ചു. അചിന്ത്യമായ ഈ ഭീകരതയുടെ മുൻപിൽ കൃപയുടെയും ക്ഷമയുടെയും ഒരു പ്രകാശ ഗോപുരമായി ഉയർന്നു വന്ന ഒരു വ്യക്തിത്വമുണ്ട്. ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഗ്ലാഡീസ് സ്റ്റെയിൻസ്. തനിക്കുണ്ടായ അതിവേദനയിൽ കൈപ്പോടെ പ്രതികരിക്കുകയോ പ്രതികാരത്തിന് ആഹ്വാനം ചെയ്യുകയോ ചെയ്യുന്നതിന് പകരം ഗ്ലാഡീസ് പരസ്യമായി പ്രഖ്യാപിച്ചു: എൻ്റെ ഭർത്താവിനെയും 2 മക്കളെയും കൊന്നവരോട് ഞാൻ ആത്മാർത്ഥമായി ക്ഷമിക്കുന്നു. അവരുടെ അചഞ്ചലമായ വിശ്വാസവും ക്ഷമിക്കാനുള്ള അസാധാരണമായ കഴിവും ദശലക്ഷക്കണക്കിന് ആളുകളെ ആഴത്തിൽ സ്പർശിച്ചു. ഭർത്താവിൻ്റെ കൊലപാതകത്തിന് ശേഷവും അവർ വർഷങ്ങളോളം ഇന്ത്യയിൽ താമസിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു. കുഷ്ഠരോഗികളെ പരിചരിക്കുകയും പ്രതീക്ഷ നൽകുകയും ചെയ്തു. അവരുടെ പ്രവർത്തികൾ ക്രിസ്തീയ സന്ദേശത്തിൻ്റെ ആഴം ഉൾക്കൊള്ളുന്നതായിരുന്നു.
അവരുടെ ശ്രദ്ധേയമായ മാനുഷിക സംഭാവനകൾക്ക് ഇന്ത്യ ഗവൺമെൻറ് അവർക്ക് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു എന്നതും എടുത്തു പറയേണ്ടതാണ്. വർഷങ്ങൾ കടന്നുപോയി. ആ ഭീകരരാത്രിയിലെ ഒരു നിഴൽ സാന്നിധ്യമായിരുന്ന, ആ കൊലപാതക സംഘത്തിൻ്റെ ഭാഗമായിരുന്നപ്പോൾ 13 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു 7ാം ക്ലാസ് വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. സുദർശൻ ഹൻസ്ദ, ചഞ്ചു എന്നാണ് അവനെ എല്ലാവരും വിളിച്ചിരുന്നത്. ഒരു ബാലനായിരുന്നതിനാൽ ശിക്ഷിക്കപ്പെട്ട് 9 വർഷം മാത്രമേ അവന് ജയിലിൽ കിടക്കേണ്ടി വന്നുള്ളൂ. 2008 ചഞ്ചു ജയിൽ മോചിതനായി. ജയിൽ മോചിതനായ ചഞ്ചുവിൻ്റെ ജീവിതം എളുപ്പമായിരുന്നില്ല. ഹൃദയഭേദകമായ ഒരുപാട് ദുരന്തങ്ങൾ അയാളെ വേട്ടയാടി. പിതാവിനെയും മാതാവിനെയും 2 സഹോദരിമാരെയും ആദ്യത്തെ മകനെയും പിന്നീട് ഭാര്യയെയും മരണം തട്ടിയെടുത്തു. തീവ്രമായ വേദനയിൽ ഭ്രാന്തെടുക്കുന്ന അവസ്ഥയിലായിരുന്നു താനെന്നും ആ നിമിഷങ്ങളെ നേരിടുവാൻ കഴിഞ്ഞില്ലെന്നും അയാൾ തുറന്നു പറയുന്നു. ഈ കഠിനമായ വേദനയും സമാധാനത്തിനായ തീവ്രമായ അന്വേഷണവുമാണ് ചഞ്ചുവിനെ തികച്ചും അപ്രതീക്ഷിതമായ ഒരിടത്തേക്ക് എത്തിച്ചത്. മനോഹർപൂരിലെ പ്രാദേശിക ബാപ്റ്റിസ്റ്റ് പള്ളിയിലേക്ക്, അതായത് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയും കുടുംബത്തിൻ്റെയും അതേ ഗ്രാമത്തിലെ പള്ളി. 2025 ഏപ്രിൽ തൻ്റെ 39ാമത്തെ വയസ്സിൽ ഗ്രഹാം സ്റ്റെയിൻസ് കൊലപാതകത്തിലെ കുറ്റവാളികളിൽ ഒരാളായ ചഞ്ചു ആ ബാപ്റ്റിസ്റ്റ് സഭയിൽ ക്രിസ്ത്യാനിയായി സ്നാനമേറ്റ് ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. ഇത് തൻ്റെ സ്വന്തം തീരുമാനമാണെന്നും ആരും തന്നെ സ്വാധീനിച്ചില്ലെന്നും അക്രമം ഉപേക്ഷിക്കുവാനും ക്ഷമ തേടുവാനും പ്രേരിപ്പിച്ച ഒരു ഉൾവിളിക്ക് താൻ ചെവി കൊടുക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ഇപ്പോൾ പറയുന്നു. ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയിലും പള്ളിയിൽ പോകുന്നു, സമാധാനം തൻ്റെ ഹൃദയത്തിൽ നിറയുന്നു എന്നും ചഞ്ചു സാക്ഷ്യപ്പെടുത്തും. ഇതേ കേസിൽ ശിക്ഷിക്കപ്പെട്ട മറ്റൊരു പ്രതിയായ മഹേന്ദ്ര ഹെംറാം 25 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം 2 മാസം മുമ്പ് ജയിലിൽ നിന്ന് മോചിതനായി. അയാളെ മാലയിട്ട് ആദരവോടെ പറഞ്ഞു വിടുന്ന ജയിൽ കാഴ്ചകൾ, അതിൻ്റെ ചിത്രങ്ങൾ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. ജയിൽ മോചിതനായ ഹെംറാം ആദ്യം സന്ദർശിച്ചവരുടെ കൂട്ടത്തിൽ ഈ ചഞ്ചുവുമുണ്ട്. ചഞ്ചു തൻ്റെ രൂപാന്തരത്തിൻ്റെ കഥ തൻ്റെ സഹകുറ്റവാളിയോട് വിവരിച്ചു പറഞ്ഞു. ചഞ്ചുവിൻ്റെ കഥ ആഴത്തിലുള്ള വ്യക്തിഗത രൂപാന്തരത്തിൻ്റെ വീണ്ടെടുക്കുന്ന ദൈവശക്തിയുടെ തെളിവാണ്. ഒരു കൊലപാതകത്തിൽ പങ്കെടുത്തയാൾ അതേ വിശ്വാസം സ്വീകരിച്ച് അതേ പള്ളിയിൽ സമാധാനം കണ്ടെത്തുന്നു. ഇതൊരു അത്ഭുതമല്ലെങ്കിൽ പിന്നെ എന്താണ്? ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കഥ കേവലം ഒരു ദുരന്തത്തിൻ്റെ കഥയല്ല. അത് മനുഷ്യഹൃദയത്തിലെ വെറുപ്പിൻ്റെ ആഴവും അതേസമയം തന്നെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും അസാധാരണമായ ശക്തി കാണിച്ചു തന്ന ഒരു സംഭവവുമായി മാറി. ഒരു കാലത്ത് വെറുപ്പിൻ്റെ ഭാഗമായിരുന്ന ഒരാൾക്ക് വിശ്വാസത്തിലൂടെയും രൂപാന്തരത്തിലൂടെയും പുതിയൊരു ജീവിതം കണ്ടെത്തുവാൻ ഈ സംഭവം മുഖാന്തരമായെങ്കിൽ കാലങ്ങളിൽ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ എത്രയധികം ആളുകളെ ആ സംഭവം സ്വാധീനിക്കുവാൻ പോകുകയാണ്. ഈ ലോകം വെറുപ്പിൽ നിന്ന് സ്നേഹത്തിലേക്കും പ്രതികാരത്തിൽ നിന്ന് ക്ഷമയിലേക്കും മാറാൻ ഈ കഥ ഒരു പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അവിശ്വസനീയമായ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക. ഇതുപോലുള്ള നിരവധി അനുഭവങ്ങൾ, സംഭവങ്ങൾ നമ്മുടെ ഈ ചാനലിലൂടെ വിശകലനം ചെയ്യപ്പെടുന്നു. നിങ്ങൾ നിർബന്ധമായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിരന്തരം ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ കാണുക. ഇത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹവും നന്മയുമായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം.